ഹാബീലിന്റെ വധു വളരെ സുന്ദരിയും സുമുഖയുമായിരുന്നു. എന്നാൽ കാബീലിന്റെ വധു ഭംഗിയുള്ളവൾ ആയിരുന്നില്ല. ഇതിൽ കാബീൽ അസ്വസ്ഥനായി. ഇത് വഴക്കിൽ കലാശിച്ചു. ആദം നബി ഇതിന് പരിഹാരമായി അവരോട് അള്ളാഹുവിന് കാണിക്ക വയ്ക്കാൻ പറഞ്ഞു. ആരുടെ കാണിക്കയാണ് അള്ളാഹു സ്വീകരിക്കുന്നത്? അവർക്ക് സുമുഖയായ പെൺകുട്ടിയെ വിവാഹം കഴിക്കാം. ഹാബീൽ തൻ്റെ സമ്പാദ്യത്തിലെ ഏറ്റവും നല്ല ആട്ടിൻകുട്ടിയെ അള്ളാഹുവിനു വേണ്ടി തിരഞ്ഞെടുത്തു. കാബീൽ തൻ്റെ തോട്ടത്തിലെ നല്ല കായ്കനികൾ മാറ്റിവെച്ച് മോശമായവ അള്ളാഹുവിനു വേണ്ടി തിരഞ്ഞെടുത്തു. അള്ളാഹു ഹാബീലിൻ്റെ കാണിക്ക സ്വീകരിക്കുകയും കാബീലിൻ്റെ കാണിക്ക നിരസിക്കുകയും ചെയ്തു. അള്ളാഹു ഹാബിലിന് സുമുഖയായ പെൺകുട്ടിയെ ഇണയായി നൽകി. എന്നാൽ കാബിലിന് ഇത് ഒട്ടും സഹിക്കാനായില്ല. കാബിൽ ഹാബിലിനെ കൊല്ലാൻ പദ്ധതിയിട്ടു. ഒരിക്കൽ ഹാബിൽ വീട്ടിലെത്താൻ വൈകിയപ്പോൾ ആദം നബി കാബിലിനെ അന്വേഷിക്കാനായി പറഞ്ഞുവിട്ടു. കാബിൽ ഹാബിലിനെ അന്വേഷിച്ചു പുറപ്പെട്ടു. ഒടുവിൽ ഹാബിലിനെ കണ്ടുപിടിച്ചു. കാബിൽ അപ്പോഴും കോപാകുലനായിരുന്നു. അവൻ ഹാബിലിനോട് പറഞ്ഞു, നിന്റെ കാണിക്ക സ്വീകരിക്കപ്പെട്ടു, എൻ്റേത് നിരാകരിച്ചു. അത് കേട്ട് ഹാബിൽ പറഞ്ഞു, അള്ളാഹു അവനെ ഭയപ്പെടുന്നവരിൽ നിന്ന് മാത്രമേ കാണിക്ക സ്വീകരിക്കുകയുള്ളൂ. ഇത് കേട്ട കാബിൽ കോപം കൊണ്ട് കത്തിക്കേറി. അവൻ അവിടെയുണ്ടായിരുന്ന കല്ലുകൊണ്ട് ഹാബിലിനെ ആക്രമിച്ചു. ഹാബിൽ കാബിലിനേക്കാൾ ശക്തനായിരുന്നു. എങ്കിലും ഹാബിൽ പറഞ്ഞു, നീ എന്നെ കൊല്ലാൻ ശ്രമിച്ചാലും ഞാൻ നിന്നെ ദ്രോഹിക്കാൻ മുതിരില്ല. കാരണം ഞാൻ അള്ളാഹുവിൽ ഭയപ്പെടുന്നു. ഇത് കേട്ട കാബിൽ ഒരു കല്ലുകൊണ്ട് ഇടിച്ച് ഹാബിലിനെ കൊന്നു. ഹാബിൽ മരിച്ചു കഴിഞ്ഞപ്പോൾ കാബിൽ പരിഭ്രാന്തനായി. ഇനി എന്ത് ചെയ്യണം എന്നറിയാതെ വിഷമിച്ചു. അവൻ അത് മറച്ചുവെക്കാനുള്ള ഉപായങ്ങൾ ആലോചിച്ചു.